ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും. 1 കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? ഏതാ റൈസ്? 5 വെറൈറ്റി ഉണ്ടല്ലോ. ബാസ്മതി ഉണ്ട്, ഇതുണ്ട്. അല്ല, അവസാനം ഇതൊരു ഏടാകുളമായത്. എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ? പേടിയോ? ഈ കൊട്ടാരം വീടിനോ? പേടിയെന്നൊരു വാക്ക് എന്റെ നിഘണ്ടനില്ലടോ. ഞാൻ ചോദിക്കട്ടെ, ബാസ്മതി അല്ല, നമുക്ക് ഇവിടെ ഉള്ളത് ചാക്കരി, കുത്തരി അങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ല, ഇവിടെ ബാസ്മതി ഉണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ബാസ്മതിക്ക് എത്ര വില? ബാസ്മതിക്ക് എന്തിനാ ഞാൻ പറയണത് നിങ്ങളുടെ വില? ഞാൻ ആരോ കേട്ടാ. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡില് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ബീഫിന് എത്ര വില? നിങ്ങൾക്ക് ബ്രെഡിനെ താമസിക്കുന്ന മാനസിന് അറിയാതെ നിങ്ങൾക്കറിയോ? വല്ലതും കഴിച്ചോണ്ടിരുന്നു, ഇത് ബ്രെഡ് വല്ലതും കഴിച്ചോണ്ടിരുന്നു. കാരണം നിങ്ങൾക്ക് ഉത്തരവ് അരി എന്താണെന്ന് അറിയില്ല, വെളിച്ചെണ്ണ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ലിവിംഗ് ടുഗദർ നല്ലതാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 3 മാസം ഒരു പെൺകുട്ടിയെ കൂട്ടത്തിൽ താമസിപ്പിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതെന്താ വല്ല വണ്ടി കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി ലീഗലാണ്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? കോൺസ്റ്റിറ്റ്യൂഷൻ ലിവിംഗ് ടുഗദർ ലീഗൽ ആണ്. ലിവിംഗ് ടുഗദർ ലീഗൽ. ഓക്കെ, ലിവിംഗ് ടുഗദർ ലീഗൽ വെളിച്ചെണ്ണയുടെ എന്താ പ്രൈസ്, റൈസിന് എന്താ പ്രൈസ്, പക്ഷെ ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഈ കാര്യങ്ങൾക്ക് അറിയില്ല. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യുവാണ്. ഇത്ര പേടിത്തുറിയാണോ നിങ്ങള്? ഇവള് നമ്മളെക്കാളും തറയടാ. എടാ നിങ്ങൾ വില പോങ്ങട്ടെ, കട്ട് ചെയ്ത് വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ബ്രെഡ് കഴിപ്പിന് ഒരു തീരുമാനം ഉണ്ടാക്ക്. ജാമോ അല്ലെങ്കിൽ കൊടുക്ക്, ഒരു ഗ്യാപ്പ് എടുക്കുക. ഒരു മിനിറ്റ്, ഈ ബ്രെഡ് എനിക്ക് ആരെ തന്നെ? വല്ലതും കഴിച്ചോണ്ടിരുന്നു, ഇത് ബ്രെഡ് വല്ലതും കഴിച്ചോണ്ടിരുന്നു. കാരണം നിങ്ങൾക്ക് ഉത്തരവ് അരി എന്താണെന്ന് അറിയില്ല, വെളിച്ചെണ്ണ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? ഈ ബ്രെഡ് എനിക്ക് ഇപ്പൊ ആരാ തന്നെ? ശരി, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. താമസിക്കാൻ വേണ്ടിയല്ല, കൂടെ വരാൻ, ടു ബി വിത്ത് മീ, ടു ഗെറ്റ് എ ഗുഡ് ലൈഫ്. കല്യാണം കഴിച്ചാ പോരെ? ആണ്, പക്ഷെ എനിക്ക് 3-4 മാസം അവളുടെ കൂടെ നിക്കണമെന്നുണ്ട്. ഓ, നിങ്ങൾ ഭയങ്കര മാതൃകാ പുരുഷനായിരിക്കും, അല്ലെ? കുലപുരുഷനായിരിക്കും. ഓക്കെ, എന്താണ് വയ്യേ? ഇതൊക്കെ ഒരു അഭിനയമല്ലേ? ഡാൻസറെ പോലെ. അർത്ഥത്തിലുള്ള ആരിനെ കണ്ടെത്തണമെങ്കിൽ എവിടെ വരണം? വീട്ടിൽ വരണോ? അല്ല, വീട്ടിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ വീട്ടിൽ എന്തായാലും വരണ്ട. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഇത് ജയന്റെ സിനിമ പോലെയല്ല, കരിവരുണ്ട ജീവിതങ്ങളെ. നിങ്ങൾ യഥാർത്ഥ ആരിനെ കാണാൻ പറ്റും? അത് ഞാൻ പറയില്ല, സീക്രട്ടാ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. നിങ്ങൾ ആക്ച്വലി ജെനുവൻ ആണ്, പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജെനുവൻ ആവുമ്പോഴേ നമ്മൾ ഒരിക്കലും പറയില്ല ഞാൻ ജെനുവൻ ആണ്. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ഫേക്ക്, എന്റെ ഒരു അഭിപ്രായത്തിൽ. സെൻസിബിൾ അല്ലാത്ത കുട്ടിയൊക്കെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും? എന്റെ ഒരു ലെവൽ ഓഫ് ആങ്കർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതെ, ഞാൻ ചിരിച്ചു പോയനെ. സംസാരിക്കണ്ടേ? നിങ്ങൾ എന്തിനാ അവളുടെ വിലകളെ വേണ്ടി പറയുന്നത് മനസ്സിലാവുന്നില്ല. സാരിക്കയുടെ വിലകളെ വേണ്ടി എന്നെ കൊണ്ടുവന്നേ? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. ക്ലേശകരമായ ഒരു ഹോട്ട് സീറ്റ് ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ഇത് അവസാനിപ്പിക്കും, ഹോട്ട് സീറ്റ് അവസാനിപ്പിക്കും ഞാൻ ഇവിടെ. എന്തൊരിത് ഇങ്ങനെണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടെ ഇത് അതിന്റെ വേറൊരിത്. നിങ്ങളെ കാണാനൊക്കെ കൊള്ളാം, നല്ല ലുക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ട് നിങ്ങൾക്ക്. ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ആക്കണേ. നമ്മളൊരു ഇന്ത്യൻ അല്ലേ? എത്ര വർഷം പറഞ്ഞു നോർത്ത് ഇന്ത്യൻ, ബംഗാളി, ബീഹാറി, ഭയങ്കര മോശമാണ്. നമ്മളൊരു പോകുന്ന വഴിക്ക് ഒരാളിങ്ങനെ എടാ ബംഗാളി എന്ന് വിളിച്ചാൽ ഭയങ്കര വിഷമം ഒരാൾക്ക്. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഇന്ത്യകളൊന്നും ഇല്ലടാ, ഒരേ ഒരു ഇന്ത്യ. അങ്ങനെ പറയാവൂ? 100% ഞാൻ യോജിക്കുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നല്ലോ മൊത്തം കേട്ടു, അതുകൊണ്ട് ഞാൻ സംസാരിക്കും. അങ്ങനെയാണ് നിങ്ങള് ഈ ഹോട്ട് സീറ്റ് വല്ല കിഡ്സ് പാർക്കിലും വെക്കുന്നത്, അതായിരിക്കും നല്ലത്. ഞാൻ പോവും. അത് പൊളി. ഒരു അമ്മയും ഒരു മോനും. അമ്മയൊരു മോനോ? എന്ത് പ്രഹസനമാണിത്? എവിടെ അപ്പൂസ്? എനിക്ക് വയ്യ, ഞാനിത് ചെയ്യില്ല. അപ്പൂസ് ഒരു മിനിറ്റ്, അപ്പൂസ് എടുത്തിട്ട് പോ, കൊണ്ടുപോക്കിയോ? പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. പോയി 6 അടിച്ചിട്ട് വാ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.